വളരെ നല്ലൊരു അന്തരീക്ഷമാണ്. ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണുള്ളത്. പ്രതിപക്ഷ നേതാവും ദേശീയ നേതാക്കളും സൂചിപ്പിച്ചതുപോലെ മിനിമം 100 സീറ്റ് ലഭിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടിയാണ് UDF മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നിപ്പോൾ ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിക്കുകയാണ്. അത് കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ UDFൻ്റെ സ്ഥാനാർത്ഥികൾ രംഗത്ത് വരും. ഞാൻ അവിടെ തന്നെയാണ് കുറേ ദിവസമായിട്ട്. ഞാൻ മറ്റേ പാർട്ടി പറഞ്ഞ് മാറി മത്സരിച്ചപ്പോഴും എൻ്റെ വോട്ട്, എൻ്റെ സ്ഥിരതാമസം, സ്ഥിര അഡ്രസ്സ് ഇതെല്ലാം കവടിയാറിലുള്ള എൻ്റെ ഇപ്പോഴത്തെ വീട്ടിൽ തന്നെയാണ്. അത് വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിലാണ്. 2012 മുതൽ ഇന്ന് വരെ ഞാൻ അവിടുത്തെ വോട്ടർ തന്നെയാണ്. തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ ആത്മാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇന്ന് മലയാള മാസം 1-ാം തീയതിയാണ് ഗുരുവായൂർ ദർശനം. മാതാപിതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രദേശത്തിൻ്റെ അവിടെ ചെന്ന് പ്രാർത്ഥന, ഇത് രണ്ടുമാണ് ഇന്നത്തെ വരവ്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെയാണ്. ഇലക്ഷൻ കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ വരാൻ കഴിയും. അല്ല, വട്ടിയൂർക്കാവിലൊരു സാധാരണ രീതിയിലൊരു ശക്തമായ ത്രികോണ മത്സരം വരേണ്ടതാണ്. പക്ഷേ ഇത്തവണ മുരളീധരനെ തോൽപ്പിക്കുക എന്നുള്ള BJP അജണ്ട വെച്ച് നോക്കുമ്പോൾ UDF LDF മത്സരമാവാനാണ് സാധ്യത. ഞാൻ ആരും വില കുറച്ച് കാണുകയല്ല. അവർ പാർട്ടിയുടെ നയം പ്രഖ്യാപിച്ചല്ലോ. മുരളീധരനെ എന്ത് വില കൊടുത്തും തോൽപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം എന്ന് പറയുമ്പോൾ അവിടെ സ്ഥാനാർത്ഥിക്ക് പ്രസക്തിയില്ലല്ലോ. സ്ഥാനാർത്ഥികളെല്ലാം ഞാൻ തുല്യ നിലയിൽ തന്നെയാണ് കാണുന്നത്. ഞാൻ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിലും എതിർ സ്ഥാനാർത്ഥികളെ ഞാൻ വില കുറച്ച് കണ്ടിട്ടില്ല. അതെ, അതിപ്പോൾ എന്താണെങ്കിലും 48 മണിക്കൂർ കഴിയുമ്പോൾ 140 നിയോജകമണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുണ്ടാവും UDFൻ്റെ. അങ്ങനെയല്ല, അതൊക്കെ ഓരോന്ന് ചർച്ച ചെയ്തിട്ട് വേണം തീരുമാനമെടുക്കാൻ. പല ഘടകങ്ങളും ചർച്ച ചെയ്യേണ്ടി വരും. അങ്ങനെ എല്ലാം ചർച്ച ചെയ്തിട്ട് തിരക്കിട്ട് പ്രഖ്യാപിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭയിൽ എല്ലാവരും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ പ്രഖ്യാപിച്ചത്. പക്ഷേ UDF ആണല്ലോ കൂടുതൽ സീറ്റ് കിട്ടിയത്. അതായത് കെ സുധാകരൻ്റെ വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഇനിയും കോൺഗ്രസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. അല്ല, കെ സുധാകരൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ട ഹൈക്കമാൻഡാണ്. അവിടെ ഞങ്ങൾ അഭിപ്രായം പറയാൻ പാടില്ല. MP-മാർ മത്സരിക്കുന്നതിനോട് എന്താ? അതിനോട് ഞാൻ അന്നും ഇന്നും യോജിപ്പില്ല. ഞാനൊരു സന്ദർഭത്തിൽ എനിക്ക് മത്സരിക്കേണ്ടി വന്നു. പക്ഷേ ആ മത്സരം, ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നോക്കിയാൽ നമുക്കൊരു കാര്യം കാണാം. ഞങ്ങൾ 3 പേരാണെന്ന് UDF ജയിച്ച് ലോക്സഭയിലേക്ക് എത്തിയത്. അതിൽ 2 സിറ്റിംഗ് സീറ്റുകൾ UDFന് നഷ്ടപ്പെട്ടു. വിജയിച്ച എറണാകുളത്ത് തന്നെ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു. LDFൻ്റെ ഏക മെമ്പർ ജയിച്ച അരൂരിൽ UDF അത് അന്ന് പിടിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ ജനം പൊതുവിൽ ഇപ്പോൾ ഇത്തവണ തന്നെ 2 പേര് ലോക്സഭയിലേക്ക് പക്ഷേ പാലക്കാടിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നല്ല ഭൂരിപക്ഷം കിട്ടി. മറ്റു സ്ഥലങ്ങളിലൊക്കെ ഭൂരിപക്ഷത്തിന് ഇടിവുണ്ടായിട്ടുണ്ട്. അല്ല, ഇപ്പോൾ അതിനെക്കുറിച്ചൊരു ചർച്ച കേരളത്തിൽ നടത്തേണ്ട കാര്യമില്ല. കാരണം ഈ കാര്യത്തിൽ ഫൈനലായിട്ട് തീരുമാനം പറയേണ്ട ഹൈക്കമാൻഡാണ്. ഭംഗിയായിട്ടൊരു തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഘട്ടത്തിൽ എല്ലാം മറന്നൊരു യാത്ര നടത്തി വലിയ വിജയമൊക്കെ നടത്തിയിട്ട് നിൽക്കുന്നൊരു സമയത്ത് പെട്ടെന്ന് തന്നെ അദ്ദേഹം സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് അല്ല, അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പാർട്ടി ഒരുമിച്ചൊരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ശരി തെറ്റുകൾ അവലോകനം ചെയ്യേണ്ട സമയമല്ല. പിന്നെ സുധാകരൻ ഇന്ന് പങ്കെടുത്ത ചടങ്ങിൽ അദ്ദേഹത്തിന് വളരെ വികാരം ഉണ്ടാവാൻ കാരണം അദ്ദേഹം ശ്രീ രമേശുമായിട്ടുള്ള ബന്ധമായിരുന്നു. കാപ്പാളൻ രമേശും അദ്ദേഹമായിട്ടുള്ള ബന്ധം എനിക്കറിയാം. പയ്യാവൂർ സമരമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഞാനുൾപ്പെടെയുള്ള അന്നത്തെ സത്യാഗ്രഹികളെ ശുശ്രൂഷിക്കാനൊക്കെ സുധാകരൻ്റെ നിർദ്ദേശപ്രകാരം നിന്ന് പ്രവർത്തിച്ച ആളാണ് രമേശ്. എനിക്കും അദ്ദേഹമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. സ്വാഭാവികമായിട്ടും സുധാകരൻ്റെ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിനോടൊപ്പം നിന്നൊരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു വീട് നിർമ്മിച്ച് നൽകുന്നൊരു ചടങ്ങിൽ സ്വാഭാവികമായിട്ടും വികാരം ഉണ്ടാവും. ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല, തിരിച്ചറിയാത്ത ആളാണ് സുധാകരൻ. അല്ല, സുധാകരൻ ഇതൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ്. ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കട്ടെ. ഏതായാലും ഹൈക്കമാൻഡ് എന്ത് തീരുമാനം എടുത്താലും അത് അംഗീകരിക്കുന്ന ആളാണ് സുധാകരൻ. അദ്ദേഹം എന്നും പാർട്ടിയോടൊപ്പം നിന്നിട്ടുള്ള ആളാണ്. പാർട്ടിയുടെ എല്ലാ ക്രൈസിസിലും പാർട്ടിയോടൊപ്പം നിന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ യെസ് എന്നോ നോ എന്നോ പറയാൻ ഞങ്ങൾക്ക് അവകാശമില്ല. അതെല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഇതോടൊപ്പം തന്നെ ജി സുധാകരൻ്റെ വിഷയത്തിലൊരു ഇതൊക്കെ ഉണ്ട്. ആള്
അയാൾ UDF പിന്തുണയ്ക്കോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിൽക്കുകയാണ്. അത് പാർട്ടി തീരുമാനം എടുക്കേണ്ടതാണ്. ഇതുവരെയായിട്ട് പാർട്ടി അക്കാര്യത്തിൽ തീരുമാനം എടുത്തില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ ഒരു വിയോജിപ്പ് ഞങ്ങൾക്കുണ്ട്. മൂന്നാമത് പിണറായി വരുമെന്ന് പറഞ്ഞതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് പറയുമ്പോഴും ഈ സുധാകരൻ ഒഴിവാക്കി നിർത്തിയാലും മറ്റു ചില സീറ്റുകളിൽ അസ്വാരസ്യങ്ങൾ തുടരുകയാണ്. അതുപോലെ തന്നെ ഞാൻ പറയാം, കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. തട്ടലും മുട്ടലൊക്കെ എല്ലാ സന്ദർഭത്തിലും ഉണ്ടാവും. ഇത്തവണ വളരെ കുറവാണ്. നിങ്ങൾ ഡൽഹിയിൽ തന്നെ പരിശോധിച്ചാൽ കാണാം, ഇത്തവണ ഡൽഹിയിലൊക്കെ ഇഷ്ടം പോലെ മുറി കിട്ടാനുണ്ട്. മുമ്പ് അങ്ങനെയാണോ? കേരള ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ മുറി ഡൽഹിയിൽ ബാക്കി ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാ മുറി ഒഴിഞ്ഞു കിടക്കുക. ഒരു പാവത്തിന് അവിടെ വന്നിട്ട് 2 ദിവസം അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ആൾക്കാർ തീരുമാനമായിരുന്നു. അതൊക്കെ പാർട്ടി തീരുമാനിച്ചോളും. അങ്ങനെ ആരും അങ്ങനെ വെറുതെ കിടന്ന് ഉറങ്ങേണ്ട സ്ഥിതിയൊന്നും ഉണ്ടാവില്ല. ഈ ഓട്ടോറിക്ഷ കയറിയിട്ട് ഓടേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നു പറയുന്നത് ഓട്ടോറിക്ഷ ഇപ്പോൾ UDFൻ്റെ ഘടകകക്ഷിയുടെ ചിഹ്നമാണ്. അത് വേറെ ആർക്കും കിട്ടില്ല. ശരി.